Boing Boing, co-powered by Damru Furniture. Boing, boing. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം, വണക്കം. വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ ബോയിങ് ബോയിങ് ടീം, സൂരജ്, ഞാൻ, അതുപോലെ ടീം, ഓൾ ടീം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണ് കാരണം? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 24 എപ്പിസോഡുകൾ കഴിഞ്ഞു. കഴിഞ്ഞ 24 എപ്പിസോഡുകളിലും കേരളത്തിൽ നമുക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ ഷോയിൽ വന്നു, മത്സരിച്ചു, സ്കോർ നേടി, പോയിന്റ് നേടി, സമ്മാനം നേടി പോയി. ഇതൊക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പൊ 25 റൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു താരം 25 റൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഓഡിയൻസ് അവരുടെ കൂടെ കൂടും. അവർക്ക് അര സെഞ്ചുറി ആകുന്ന പോലെ, 1 സെഞ്ചുറി ആകുന്നവരെ, ഫുൾ സെഞ്ചുറി ആകുന്നവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ 25 എത്തുമ്പോഴേക്ക് കേരളത്തിലെമ്പാടുള്ള ജനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്ന എപ്പിസോഡാണ് ഇവിടെ മുതൽ ആരംഭിക്കുന്നത്. സാധാരണ ബോയിങ് ബോയിങ്ങിലെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്നത്, ഇപ്പൊ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ, അതുപോലെ ഫേസ്ബുക്കിൽ സീ കേരളത്തിന്റെ ഫേസ്ബുക്കിലാണെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്കിലാണെങ്കിലും മെസ്സേജ്, എന്തുകൊണ്ട് ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വരാറുണ്ട്. സെലിബ്രിറ്റീസ് മാത്രമേ പറ്റുള്ളൂ പറ്റത്തുള്ളൂ ചോദിക്കണം. ഈ 25ാമത്തെ എപ്പിസോഡ് മുതൽക്ക് നിങ്ങൾക്കായിട്ടുള്ള അവസരമാണ് സീ കേരളവും ബോയിങ് ബോയിങ് ഒരുക്കുന്നത്. അപ്പൊ ഈ എപ്പിസോഡ് മുതൽ അംഗത്തിനെത്തുന്നത് കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ്. പല കോളേജുകളിലായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവരുടെ അംഗക്കാഴ്ചകളിലേക്ക് ഇതുവഴി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് പല സ്മാർട്ട് കുട്ടികൾ. നമ്മുടെ കേരളത്തിൽ അങ്ങ് പല ജില്ലകളിലായിട്ട് വരാൻ പോകുന്ന കുട്ടികളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കായിട്ട് ഒരു നല്ലൊരു കൈയ്യടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് കൊടുക്കാം. സൂരജ്, നമ്മുടെ ബോയിങ് ബോയിങ് 25ാമത്തെ എപ്പിസോഡ് ആവുകയാണ്. എന്താണ് നിനക്ക് ഇതുവരെ 25 ദിവസങ്ങൾ ബോയിങ് ബോയിങ് കടക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? 25 ദിവസങ്ങൾ കടക്കുന്നതിനിടയിൽ ആദ്യം നമ്മൾ പറയാറുണ്ടായിരുന്നു, ഈ മത്സരങ്ങളിലൊക്കെ ഒന്ന് കയറി നോക്കണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പല ആൾക്കാരും വന്നിട്ട് പോകുന്ന സമയത്ത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം സൂരജ്, ഇപ്പൊ പല ആൾക്കാർ മെസ്സേജിലൂടെ അയക്കുന്ന ഒരു കാര്യമാണ്, അവർ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. കുലുക്കിത്തക്ക നമ്മുടെ ഗെയിം ഉണ്ടല്ലോ, ഇത് ബലൂൺസ് പൊട്ടിക്കുന്ന പരിപാടി, ഇരുന്നിട്ട് പൊട്ടിക്കുന്ന, ഇത് വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ത്രെഡ്മിൽ ഓടുന്ന സമയത്ത് ഇപ്പൊ ജിമ്മിലൊക്കെ ഓടുന്ന ആൾക്കാർ, വീട്ടിൽ ട്രെഡ്മിലുള്ള ആൾക്കാർ ഈ ട്രൈ ചെയ്യുന്നതിനെ പറ്റിയൊരു സംഭവമുണ്ട്. ഇതിൽ നമ്മളൊരു കുഷ്യൻ ആയതുകൊണ്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ പോകും. വീട്ടിൽ നല്ല തറയിൽ ഇരുന്നിട്ട് പൊട്ടിച്ച ആൾക്കാരെ കുറച്ച് ദിവസമായിട്ട് കിടപ്പിലാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ അഭ്യാസങ്ങൾ വീട്ടിൽ കളിക്കുന്ന ആൾക്കാരോട് വീട്ടിലെ ആൾക്കാർ പറയും, പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കളിച്ചൂടെ. മാത്രമല്ല, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ വേനൽക്കാലത്തിനിടയ്ക്ക് വേനൽ മഴയുടെ ഒരു കാലം കാണാം. അപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പുറത്ത് ഇപ്പൊ എന്താ പനി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തൊന്നും കളിക്കാനൊന്നും വിടത്തില്ല. പക്ഷേ വീട്ടിലിപ്പോ അവർ കളിക്കുന്നതും കാണുന്നതും ബോയിങ് ബോയിങ് ആണ്. അപ്പൊ അതിനായിട്ട് ഒരു ബിഗ് താങ്ക്സ് തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. മത്സരിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികൾ 25ാമത്തെ എപ്പിസോഡ് മുതൽ ആദ്യമേ പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചുണക്കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് ടീം എ ആണ്. ടീം എയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ LLB സ്റ്റുഡൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദ ഷോ. വക്കീലന്മാരാണ് ഭാവിയിൽ. ഈ വാരഘോരം സംസാരിക്കുന്ന വക്കീൽമാരാണ്. ഡോക്ടേഴ്സിനോടും വക്കീൽമാരോടും കള്ളം പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ കള്ളം എന്ന് അവരോട് ചോദിച്ചറിയാം. ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് സായി പ്രിയ. സായി പ്രിയ, വെൽക്കം. എങ്ങനെയുണ്ട് LLB പഠിത്തമൊക്കെ? രസാണ്. നിങ്ങൾ കള്ളം പറയാനാണോ പഠിപ്പിക്കുന്നത്, അതോ സത്യം പറയാനാണോ പഠിപ്പിക്കുന്നത്? രണ്ട് പഠിപ്പിക്കും. അപ്പൊ രണ്ട് വള്ളത്തിൽ കൂടുതൽ ഏതിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? സത്യമേ ജയിക്കുള്ളൂ അല്ലേ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്രിമിനൽ വക്കീലാവണോ അല്ല ഒരു നോർമൽ വക്കീലാവണോ ഇഷ്ടം? ക്രിമിനൽ വക്കീൽ. എനിക്ക് സായിയോട് ചോദിക്കാനുള്ള കാര്യം, ഈ നീതി ദേവതയുടെ ഈ കണ്ണിനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒന്നും നോക്കാതെ, ഒരു ക്രൈറ്റീരിയയും ഇല്ലാതെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കണ്ണ് കെട്ടിയിട്ട് നിങ്ങൾ ഈ കള്ളം പറഞ്ഞാൽ വേണ്ടിട്ട് ശരിയാവോ? ഇല്ല, അത് മനസ്സിലാവും. അങ്ങനെയാണ്. ആർക്ക് മനസ്സിലാവും? ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടുള്ള തുണി കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, എവിടെയാണ് സ്ഥലം? പട്ടാമ്പി. ഓക്കെ സായി, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബോയിങ് കാണാറുണ്ടോ? ഉണ്ട്. ആ ഒരു ഇഷ്ടം വെച്ചിട്ടാണോ ബയോഡാറ്റയൊക്കെ അയച്ച് ഇതിൽ വന്നിരിക്കുന്നത്? ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി അടിച്ചു വിളിക്കാൻ. നിങ്ങൾ ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഒന്ന് പോയി സഞ്ചരിച്ചിട്ട് വരാന്നുള്ള ഒരു ജോളി ട്രിപ്പിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ആളോട് ഞാൻ ചോദിക്കട്ടെ. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. സ്വർണ്ണ എവിടുന്നാ വരുന്നത്? ഇടപ്പള്ളി, എറണാകുളം. പഠിക്കുന്നത് തൃശ്ശൂരാണ്. നിങ്ങൾ 3 പേരും ഫ്രണ്ട്സ് ആണ് അല്ലേ? അപ്പൊ അവിടെ ഒരുമിച്ചാണോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നത്? ഞാനും എന്റെ ഫ്രണ്ട് നിത്യയും ഒരു ഹോസ്റ്റലിലാണ്. സായി ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഹോസ്റ്റലല്ല. ഓക്കെ, ഞാൻ പിന്നെ കേട്ട കാര്യം, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ക്രിയേറ്റീവ് ആണ്. ഒരു കല്യാണത്തിനോ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്, ഒരിക്കലും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തില്ല. എന്താണ് ഒരു കാര്യം? നമുക്കിപ്പോ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു ഗിഫ്റ്റ് നമ്മുടെ സ്വന്തം എഫേർട്ട് ഇട്ട്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട്, നമ്മുടെ ടൈം യൂസ് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ വാല്യൂബിൾ ആണ്. ചെലവും കമ്പാരിറ്റീവ്ലി ലോ ആണ്. അടുത്ത ആളോട് ചോദിക്കട്ടെ, നമുക്ക് പരിചയപ്പെടാം. നിത്യ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ?
പഠിത്തം കുറച്ച് പോറാ. വക്കീലാവാനുള്ള പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം ഒന്നുമില്ല. ചുമ്മാ വേറെ അഡ്മിഷൻ ഒന്നും കിട്ടാതെ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞിരുന്നപ്പം ചുമ്മാ വെറുതെ തോന്നി അപ്ലൈ ചെയ്തു. അതിന്റെ ഒരു എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞപ്പം എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം ഒരു രസം. അത് ശരിക്കും ക്രിസ്പായിട്ടുള്ള ഒരു ഫോമേ ഉള്ളൂ. പക്ഷെ അത് കണ്ടപ്പോ ഒരു രസം. നമ്മുടെ മാരാരിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നൊക്കെ പറയുന്ന പോലത്തെ ലെവലിലേക്ക് വരണം. ഈ പഠിത്തം ഉഴപ്പാണ്, ഹോസ്റ്റലിലാണ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ എന്താണ് ക്ലാസ് കട്ട് ചെയ്ത് എവിടെയെങ്കിലും പോക്കാണോ? ക്ലാസ് കട്ട് ചെയ്തിട്ടാണോ പോയി വന്നിരിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് സമ്മർ വെക്കേഷൻസ് ആയിപ്പം. പിന്നെ ഇത് നല്ല ഫണ്ണാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു സമ്മർ വെക്കേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതായിരിക്കും. അടിപൊളി. സോ ടീം എ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ടീം ബിയിലെ എന്റെ കുട്ടികളെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സുൽത്താനയാണ് അൻവറ സുൽത്താന. അൻവറ സുൽത്താന ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ അരച്ച് കലക്കി കുടിച്ച കുട്ടിയാണ്. അങ്ങനെയൊന്നുമില്ലേ? പറഞ്ഞു കൊടുക്കും, ഞാൻ സാഹിത്യ സൃഷ്ടികളെ വെച്ചിട്ടൊരു സംഭവം വേണ്ട. അൻവറ സുൽത്താൻ എവിടുന്നാ വരുന്നത്? ഞാൻ ഗുരുവായൂരുന്ന്. അപ്പം തൃശ്ശൂർകാരിയാണ്. അപ്പോൾ അതുപോലെ ചോദിക്കാനുള്ളത്, അൻവറ സുൽത്താൻ അപ്പൊ ഇപ്പം വീട്ടിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പണിയും ഇല്ല? ഇല്ല, ഇങ്ങനെ തെക്കുവടക്ക് സർവീസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കണ്ടിട്ട് അവിടെ നിന്ന് കണ്ട കാഴ്ച ഇവിടെ വന്നതിന് ശേഷമുള്ള കാഴ്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാണുമ്പോ ഭയങ്കര കൂളാണ്. ഈ സംഭവം ഇപ്പൊ കളർഫുൾ ആയി. ഇടി കളർഫുൾ അല്ലല്ലോ. അതൊക്കെ ഇനിയിപ്പോ എക്സ്പീരിയൻസിൽ വരുമ്പോ നല്ല സുഖമായിരിക്കും. ഓക്കെ, അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. നല്ല അടിപൊളിയായിട്ട് പളനി പോയി മുടിയൊക്കെ മൊട്ടയടിച്ചിരിക്കുകയാണല്ലോ. അതാണ് അതിന്റെ പിന്നിൽ വേറൊരു കഥ. നേർച്ചയിട്ടാണ് എടാ നീ ഗെയിം മത്സരം ജയിക്കാൻ വേണ്ടിട്ട് ആ കുട്ടിയെ കൊണ്ട് മുടി വരെ മൊട്ടയടിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വേറൊരു വലിയൊരു കഥ അതിന്റെ പിന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഒരു ടീച്ചറാണ് ആയിരിക്കുന്നത്. ടീച്ചറുടെ പേര് വിപിന എന്നാണ്. വിപിന, വെൽക്കം. വിപിന മൊട്ടയടിച്ച കഥയൊന്ന് പറഞ്ഞു കൊടുത്തേ, എന്തിനായിരുന്നു? വലിയ കഥയൊന്നുമില്ല, എന്തായാലും 2 മാസം വെക്കേഷൻ ആണല്ലോ, അപ്പൊ കുറച്ച് ചൂടൊക്കെ അല്ലേ, കൂളായിട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് വെച്ചിട്ട്. തലക്ക് ചൂട് അധികമായി? തലയ്ക്കുള്ളിലും പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. തലയ്ക്ക് ചൂട് കൂടുമ്പോ ഇപ്പൊ നെല്ലിക്കൊക്കെ വില കുറവാ. അല്ല, ബ്രെയിൻ ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യണായിരുന്നോണ്ടേ ഭയങ്കര ചൂടാണ്. മുടി വലിയ ശല്യം. ടീച്ചറാണല്ലേ? ഏതാ സബ്ജക്ട്? ഇംഗ്ലീഷ് ആണ്. പണ്ടേ ഞാൻ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ ഭയങ്കര പുറകോട്ടാണ്. ഈ നോട്ട് ഓൺലി ബട്ട് ആൾസോ എവിടെയാ ചേർക്കുന്നത്? അതൊന്ന് പറഞ്ഞു. എന്റെ പിള്ളേരൊക്കെ ഇത് കാണുന്നത് നാട്ടിക്കരുത്. അപ്പൊ പിള്ളേരെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളാണ് റെമിന. നിങ്ങൾ ഐക്യത്തിൽ കൊണ്ടുവന്ന എവിടുത്തെ? രണ്ടുപേരും ഒരു സ്ഥലത്തു നിന്നാണോ? അല്ല, ഞാൻ ഗുരുവായൂരുന്നു. 3 പേരും തൃശ്ശൂരുകാരാണ്. ലാസ്റ്റ് ഇരിക്കുന്ന ആള് റെമിന. റെമിന എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ, സെന്റ് ജോസഫ് പാവർട്ടി. എന്താണ് കോഴ്സ്? എന്താണ്? ബികോം പഠിക്കുന്ന ആളാണ്. കണക്കൂട്ടലൊക്കെ തെറ്റുവോ? പാസ്സായാ മതി, അതാണ് പ്രാർത്ഥന. ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു അനുഭവം എന്താണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ നല്ല ഇഷ്ടം. നമ്മുടെ ഷോ കാണാറുണ്ടോ? കാണാം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വെള്ളത്തില് മണി അടിക്കുന്ന തോമസ് കുട്ടി വിട്ടോടാ. ഏതാ ഗെയിം? തോമസ് കുട്ടി വിട്ടോടാ. തോമസ് കുട്ടി വിട്ടോടാ. You are coming from Thrissur. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന കുട്ടിയാണ്. ടീച്ചർ അടുത്തിരിപ്പുണ്ട്. ടീച്ചർ ഇപ്പൊ ഗ്രാമർ ഇട്ട് തരും. ഓക്കെ, പാവരട്ടി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞോ അവിടെ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ്? പള്ളിപ്പെരുന്നാൾ പോകാറുണ്ട്? പോകാറുണ്ട്. ഓക്കെ. നാട്ടില് ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലോ. മഴ വരുന്നുണ്ട്. ഇപ്പൊ അതോടെ ഒരു ആശ്വാസം. അതുകൊണ്ട് വേനൽ മഴ ഒരു ആശ്വാസമാണ്. പക്ഷേ നിങ്ങൾക്ക് ആശ്വാസമല്ല ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ വരുന്ന ആവേശം നിറഞ്ഞ മത്സരമാണ്. നമുക്ക് ആദ്യത്തെ മത്സരത്തെ കുറിച്ച് അറിയാം. ആദ്യത്തെ മത്സരമാണ് കുലുക്കിത്തക്കത്തയിൽ നമ്മൾ പരിചയപ്പെടേണ്ട ആൾക്കാരും നമ്മുടെ മറ്റു മത്സരത്തിന് ഉണ്ടായിരുന്നത് പോലെ ഇവിടെ ബാഹുബലി ബോയ്സ് ഇന്നും വന്ന് ഡ്യൂട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാഹുബലി ബോയ്സ് ഈ ഒരു മത്സരത്തിൽ ചെറിയൊരു പ്രത്യേകത, ബാഹുബലി ബോയ്സ് ലൈറ്റ് ആണ്. കുറച്ച് പഴങ്കഞ്ഞൊക്കെ കുടിച്ചിട്ട് വന്ന ബാഹുബലി ബോയ്സ് ആണ്. അധികം ഉഷാറില്ല. ഓക്കെ, ബാഹുബലി ബോയ്സ് നിങ്ങൾക്ക് ഉഷാറില്ല എന്ന് പറയുന്നു. ഉഷാർ കാണിച്ചു കൊടുത്തേ. നല്ല കളർഫുൾ ആയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ആയിരിക്കുന്നു. ബലൂണുകളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നു. ഈ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുലുക്കിത്തക്കത്തയിൽ ഇവിടെ കുറെ കളർഫുൾ ബലൂൺസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ടീം എ ചെയ്യേണ്ട നിങ്ങളുടെ ബലൂൺസ് എന്ന് പറയുന്നത് ഓറഞ്ച് ബലൂൺസ് ആണ്. ഇവിടെ വരിക, എങ്ങനെ അത് പൊട്ടിക്കണം വെച്ചാൽ ഇരുന്ന് പൊട്ടിക്കുക. കൈ ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഒരു ഭാഗം ഉപയോഗിക്കാൻ പാടില്ല. ഇരുന്ന് തന്നെ ബലൂൺസ് പൊട്ടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റേതെങ്കിലും ബലൂൺ, ഓറഞ്ച് അല്ലാതെ മറ്റേതെങ്കിലും ബലൂൺ ആണ് നിങ്ങൾ പൊട്ടിക്കുന്നെങ്കിൽ മൈനസ് മാർക്ക് ഉണ്ടാവും. ഒരു ബലൂണിന് 20 പോയിന്റ് കിട്ടും.
വേറെ ഏതെങ്കിലും ബലൂണാണ് പൊട്ടിക്കുന്നെങ്കിൽ -20 മൈനസ് നമുക്ക് കിട്ടിയ മാർക്കിൽ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വന്തം ബലൂൺസ് മാത്രം പൊട്ടിക്കുക. ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ടീമിലെ 2 പേർ മറ്റു സൈഡിൽ നിന്ന് ബലൂൺ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ ബലൂണും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സന്തോഷത്തോടെ ആവേശത്തോടെ ടീം എ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. പ്ലീസ് കം. നിത്യ, ഈ മത്സരം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാ. ശരി, ഈ മത്സരങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആളായിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ ബാഹുബലി ബോയ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? അവര് കുറച്ച് ഹാർഡല്ലേ? കുറച്ച് ഹാർഡല്ലേ? ആണോ? ഈ പല ആൾക്കാരും ഇവരെ പുറത്ത് കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ട? വേണ്ട, അങ്ങനെ പറയരുത്. അതിന് പോയി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വേണം. വേണം ചേട്ടന്മാരെ, ഞങ്ങൾക്ക് വേണം. വേണം ചേട്ടന്മാരെ. ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കുലുക്കിത്തക്കത്തയിൽ മത്സരിക്കാനായിട്ട് ടീം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം മത്സരിക്കാൻ പോകുന്നത് നിത്യയാണ്. നിത്യ മത്സരിക്കുന്ന സമയത്ത് ബാക്കി 2 പേരും 2 സൈഡിൽ നിൽക്കുക. ബലൂണുകൾ പുറത്തേക്ക് പോകുന്ന എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നിത്യ, ഓൾ ദ ബെസ്റ്റ് യു. അപ്പോൾ നിത്യ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. Seven, 6, 5, 4, 3, 2, 1, 0. കുലുക്കിത്തക്കത നിത്യ പൊളിച്ചു കഴിഞ്ഞു. 7 ബലൂൺസ് ഉണ്ടായിരുന്നു. 7 ബലൂൺസ് നിത്യ പൊളിച്ചു. എങ്ങനെയുണ്ട്? ഒരുപാട് എനർജി വേണം. ആദ്യം എനിക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വീഴില്ല. അതായത് ഈ ബാഹുബലികള് കുലുക്കുമ്പോ ഞാൻ വീഴരുത്, അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇത് പൊട്ടോ ഇല്ലയോ അതെനിക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷെ അവര് ബലൂൺ പൊട്ടിക്കലാണ് എന്റെ പ്രശ്നം. ബലൂൺ പൊട്ടിക്കലായിരുന്നില്ല എന്റെ പ്രശ്നം. അതുമല്ല, വീഴിക്കരുതെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവരോട് ദേഷ്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മുഴുവൻ കാണല്ലേ. പക്ഷേ ഇത്ര എനർജി വെച്ച് ഇവര് കളിക്കാൻ പോകുമ്പോ സ്വന്തം ടീമിൽ കൂട്ടുകാരികൾ പോകാൻ കിടക്കുക. ഓക്കെ, സോ ടീം എയിൽ നിന്ന് നിത്യ പോയി 7 ബലൂണുകൾ പൊട്ടിച്ചു, 140 പോയിന്റ് നേടി. കൺഗ്രാറ്റുലേഷൻ. ടീം എയിൽ നിന്ന് അടുത്ത് മത്സരിക്കാൻ പോകുന്നത് സായ് പ്രിയ. 7 ബലൂൺസ് തന്നെ വീണ്ടും പൊട്ടിക്കുക. ഒരിക്കലും സ്കോർ താഴെ പോകരുത്. അതുപോലെ മറ്റു ബലൂൺ പൊട്ടിച്ച് നമ്മുടെ ഉള്ള മാർക്കിനെ കളഞ്ഞു കുടിക്കരുത്. ഓക്കെ, സായ് പ്രിയ, ഓൾ ദ ബെസ്റ്റ് ടു യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. അപ്പൊ ടോട്ടൽ 7 6 ബലൂണുകൾ പൊട്ടിച്ചു. അതിൽ 1 മൈനസ് ആയിരുന്നു, വേറൊരു കളറാണ് പൊട്ടിച്ചത്. 1 മുട്ടുകൊണ്ടാണ് പൊട്ടിച്ചത്. അതുകൊണ്ട് 6 4 പോയിന്റ് കിട്ടുന്നു. 80 പോയിന്റ്സ്.
ഇനി അടുത്ത ടീം എയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത് സ്വർണ്ണയാണ്. സ്വർണ്ണ, ഇനി സ്വർണ്ണ ബലൂൺസ് ആണ് ഇവിടെ കിടക്കുന്നത് കരുതി ആ സ്വർണ്ണ ബലൂൺസിനൊക്കെ പൊട്ടിച്ച് കളക്ട് ചെയ്ത് മാർക്കിലൂടെ പോയിന്റ്സിലൂടെ നമുക്ക് കൊണ്ടുവരിക. All the best to you. Your time starts now. 3, 2, 1, go. കാലോണ്ട് ഓടിച്ചു. മൈനസ് 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 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഗംഭീരമായിട്ടുള്ള മത്സരമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ വാദിക്കുന്നത് പോലെയാണ് പെർഫോം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, ഇവരെ ക്രിമിനൽ കേസിനകത്താകുമ്പോൾ ഏത് നിയമമാണ് കൊടുക്കാൻ പോകുന്നത്? ഏത് വകുപ്പ്? ഒരു സെക്ഷൻ മാത്രമല്ല, ഒരു 5-6 സെക്ഷനെങ്കിലും എല്ലാം കൂടി ചേർത്ത് എന്തായാലും താങ്ക് യു സോ മച്ച്. പിന്നെ ഇനിയൊരു ക്രൂരത വേറെ ആരോടും കാട്ടരുത്. ഇടി തന്നതിനാണ് താങ്ക് യു. ഇടി തന്നതിനാണ് താങ്ക്സ് പറഞ്ഞത്. ഈ ഒരു ഗെയിമിൽ ഇത്രയും കഷ്ടപ്പെടുത്തി. സ്വർണ്ണ എത്ര ബലൂൺ പൊട്ടിച്ചെന്ന് വല്ല ധാരണയുണ്ടോ? 3 പൊട്ടിച്ചു. 3 പൊട്ടിച്ചു. അപ്പൊ 3-ൽ 1 മുട്ടുകൊണ്ട് പൊട്ടിച്ചതുകൊണ്ട് അത് മൈനസ് ആണ്. അപ്പൊ ടോട്ടൽ 40 പോയിന്റ് കിട്ടുന്നതിൽ നിന്ന് 20 പോയിന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ടീം എ കുലുക്കിത്തക്ക മത്സരം കഴിയുമ്പോൾ ടീം എ ടോട്ടൽ നേടിക്കുന്നത് 240 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി പ്ലീസ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആകാംക്ഷയോടെ വാശിയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടീം ബി ആണ്. പക്ഷേ അതിന് മുന്നേ ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. This is Boing Boing co-powered by Damro Furniture. Have a short break. Boing Boing. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. ടീം എയുടെ യുദ്ധം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ യുദ്ധത്തിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ടീം ബിയുടെ മിടുക്കികൾ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ വെൽക്കം ടീം ബി. കുലുക്കിത്തക്കതയിൽ പങ്കെടുക്കാനായിട്ട് ടീം ബി അതിഗംഭീരമായിട്ട് മത്സരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അൻവറ സുൽത്താന, ടീം എയുടെ മത്സരം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ? അൻവറ സുൽത്താന ചെറുതായിട്ടൊന്ന് വിറക്കുന്നുണ്ടോ? സുൽത്താനയൊക്കെയാണ് വിറച്ചിട്ട് കളയരുത്. ബാഹുബലി ബോയ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മയത്തിലൊക്കെ ഇരിക്കണം, ആരോടും ചെയ്യരുത്. ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതെ, ഉറക്കെ ചോദിക്കേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മയത്തിലൊക്കെ ആവട്ടെ ബാഹുബലി. ഇനി ടീം ബി നിങ്ങൾ പൊട്ടിക്കേണ്ട ബലൂൺസ് എന്ന് പറയുന്നത് വയലറ്റ് ബലൂൺസ് ആണ്. ഏത് ബലൂണും പൊട്ടിക്കരുത്, മൈനസ് മാർക്ക് ആക്കരുത്, മുട്ടുകൊണ്ടൊന്നും പൊട്ടിക്കരുത്. സോ നമ്മള് മാക്സിമം പോയിന്റ് 7 ബലൂൺ ഉണ്ട്. 7 പൊട്ടിച്ചിട്ട് 140 പോയിന്റ് ആയിട്ട് വരണം. ടീം ബിയിൽ നിന്ന് പങ്കെടുക്കാൻ ആദ്യം പോകുന്നത് അൻവറ സുൽത്താന. ഓൾ ദ ബെസ്റ്റ് ടു യു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. ഒരു മൈനസ് ആക്കില്ലേ? വേറെ മൈനസ്. പൊട്ടി ഓക്കേ. ഗുഡ് ജോബ്. അത് മൈനസ്. ഇത് മൈനസ്. Your time is going up. 3, 2, 1, 0. Time out. ഇവരാ സുൽത്താന എത്ര ബലൂൺസ് പൊട്ടിച്ചെന്ന് വല്ല ധാരണയുണ്ടോ? ഇഷ്ടംപോലെ പൊട്ടിച്ചു. പക്ഷേ ഇവിടെ 5 മൈനസ് ആണ് വന്നിരിക്കുന്നത്. കാരണം 2 എണ്ണം ഇരുന്ന് പൊട്ടിച്ചിട്ടില്ല. കാരണം കയ്യോ പുറകോ എവിടെ കൊണ്ട് പൊട്ടിച്ചു. ഇരുന്ന് പൊട്ടിക്കാതുകൊണ്ട് 2 എണ്ണം അങ്ങനെ മൈനസ്. 3 എണ്ണം വേറെ കളേഴ്സ് ആണ് പൊട്ടിച്ചിരിക്കുന്നത്. 5 മൈനസ്. ബാക്കിയുള്ള പർപ്പിൾ ബലൂൺ ആകെ 4 ബലൂൺ പൊട്ടിച്ചു, പക്ഷേ 5 മൈനസ്.
അപ്പൊ സൂരജ് എന്താ പറയാനുള്ളത്? അപ്പൊ 20 മാർക്ക് ഞങ്ങൾ അങ്ങോട്ട് തരണം. എനിക്ക് കട വെച്ച് ഞാനൊന്നും പറയുന്നില്ല നിങ്ങളോട്. അൻവറ സുൽത്താൻ എന്തായിരുന്നു എക്സ്പീരിയൻസ് പറയൂ. നല്ല രസമുണ്ടായിരുന്നു. തൃശ്ശൂരാണ്, പൂരാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ. ഉണ്ടായില്ല. എങ്ങനെയുണ്ട് ബാഹുബലി ബോയ്സ്? കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് പൊട്ടിക്കാൻ സാധിച്ചില്ല പ്രോപ്പറായിട്ട്? പൊട്ടിച്ചല്ലോ, ആവശ്യത്തിലധികം പൊട്ടിച്ചല്ലോ. ഓക്കെ, ബിയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത് വിബീനയിലാണ് പ്രതീക്ഷ. ഇംഗ്ലീഷ് ടീച്ചറൊക്കെയാണ്. വിബീന പോകുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 20 മാർക്ക് ആദ്യം ഇങ്ങോട്ട് തരണം. ക്ലാസ്സിലെ ഏറ്റവും അലമ്പ് പിള്ളറാന്ന് വിചാരിച്ചിട്ട് പരക്കെ പൊട്ടിച്ചോ ഒന്ന് നോക്കാം. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ബാഹുബലി ബോയ്സിനോട്? അതെ, എന്നോട് കൂടുതൽ കളിക്കാൻ വന്ന ഞാൻ ശപിക്കും. ഞാൻ ശപിച്ചു അടുത്ത ജന്മത്തിൽ നിങ്ങൾ എന്റെ പിള്ളേരായിട്ട് ജനിക്കും. അതിലും വലിയൊരു ശാപം ഇങ്ങനെ കിട്ടാനില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഒരു ടീച്ചറുടെ കീഴിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ് കേട്ടോ. Vibina, all the best to you. Your time starts now. 3, 2, 1, go. എല്ലാം ഒരുമിച്ചിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. എന്തൊക്കെയായിരുന്നു വേനൽക്കാലത്തെ ചൂട് കൂടിയിട്ട് മുട്ടയടിച്ച ആള്. ശരി, നല്ലൊരു ശാപം കൊടുത്തേ. എടാ മക്കളെ, നിങ്ങൾ അടുത്ത ജന്മത്തില് ഒന്നല്ലെങ്കിൽ എന്റെ പിള്ളേര് അല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസ് ആയി ജനിക്കും. നോക്കിക്കോ. അല്ല, അതിലും വലിയ ശാപം ഞാനിവിടെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ എന്തായാലും ഇംഗ്ലീഷ് അറിയാത്തൊരു ടീച്ചറായി മാറട്ടെ. ഓക്കെ, ഈ എത്ര ബലൂൺസ് ഇവിടെ പൊട്ടിച്ചു എന്നറിയോ? ഒരെണ്ണം പൊട്ടിച്ചു. പക്ഷേ 20 മാർക്ക് ഞങ്ങൾക്ക് തരണ്ടേ? അപ്പൊ അത് പറ്റില്ല. ഓൾറെഡി പൊട്ടിച്ചത് ഇവിടെ മൈനസ്, ഇവിടെ അതിന് മുമ്പ് ഒരെണ്ണം കിട്ടി. അറിയോ? അറിഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോ ടോട്ടൽ ഇപ്പോഴും മൈനസിലാണ് നിൽക്കുന്നത്. വിപിന ആകെ ഒരു ബലൂൺ പൊട്ടിച്ചു. അതെന്തായാലും അതാണെങ്കിൽ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും കടം ഇതാക്കിയത് തരണം. കടം മാത്രല്ല, നമുക്ക് കടമൊന്നും ഇങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. അല്ല, അത് കഴിഞ്ഞിട്ട് സമ്പാദിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടല്ലോ എന്റെ പിൻഗാമി. പിൻഗാമിക്ക് എന്താ പറയാനുള്ളത്? മാക്സിമം നോക്കാം. ബാഹുബലി ബോയ്സിനോട് ശാപം എന്തെങ്കിലും പറയാനുണ്ടോ? പാവങ്ങളാണ്. ഒന്നും വേണ്ട, കുറച്ച് പോയിന്റ് ആകെ 140 പോയിന്റ് വാങ്ങാനുള്ള അവസരം. കുറച്ച് പോയിന്റ് കിട്ടണം, എങ്ങനെയൊക്കെ ഒന്ന് സഹകരിക്കും. കുലിക്ക് തക്കത്തയിൽ മത്സരിക്കാൻ വേണ്ടി ടീം ബിയിൽ നിന്ന് റിമീനയാണ് വരാൻ പോകുന്നത്. All the best to you. Your time starts now, Remina. 3, 2, 1, go. Good job. Super. Remina Mas. Super. Minus പോയി. പൊട്ടിട്ട്. Good job. പൊട്ടിട്ട്. Time out. അപ്പൊ റമീന അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. 7 ബലൂണും പൊട്ടിച്ചു. കൂട്ടത്തിൽ ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ 120 പോയിന്റ്സ്. മീന, എന്താണ് പറയാനുള്ളത് മത്സരം കഴിയുമ്പോൾ? കിതക്കുന്നുണ്ട്. റമീനക്ക് വേണ്ടിട്ട് ആക്ഷൻ ഇട്ടിട്ട് ഞാനും കിതക്കുന്നുണ്ട്. ഓക്കെ, കുലിക്ക് തക്കത്ത മത്സരം ഇവിടെ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 240 പോയിന്റ്സ് ആണ്. ടീം ബി 120 പോയിന്റ്സ്. ആവേശം നിറഞ്ഞ ഈ മത്സരത്തിനിടയ്ക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. This is Boing co-powered by Damro Furniture. Have a short break. Welcome back to the show. This is Boing co-powered by Damro Furniture.
അപ്പോ നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ ടീം വിജയിച്ചു നിൽക്കുന്നു, ഞങ്ങളുടെ ടീം കുറച്ച് പുറകിൽ നിൽക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ ഞങ്ങൾ പൊളിക്കും, തകർക്കും, തിമിർക്കും. That is തോമസ് കുട്ടി വിട്ടോട. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ നമുക്ക് കാണാം 2 സൈഡ് ഹാമർ അടുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു റോളിംഗ് ട്യൂബ് കാണാം, മിഡിലായിട്ട് ഒരു ഡോങ് തൂക്കിയിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ഡോങ്ങിൽ ഓടിച്ചെന്ന് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 50 പോയിന്റ്സ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കയ്യിലിരിക്കുന്ന ഹാമർ ഡോങ്ങിൽ വലിച്ചെറിയാൻ പാടുള്ളതല്ല. ആരാണ് ആദ്യം ഡോങ്ങിൽ അടിക്കുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള അവസരം കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, റൺ എന്ന് കേട്ടതിന് ശേഷം മാത്രം ഓടുക. ഓക്കെ, ടീം എ റെഡിയാണോ? ടീം ബി. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ ടീം എയിൽ നിന്ന് ആദ്യം മത്സരിക്കാൻ പോകുന്നത് നിത്യ. ടീം ബിയിൽ നിന്ന് അൻവറ. നിത്യ, അൻവറ, സുൽത്താന റെഡിയാണോ? ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്ത്? Your time starts now. 3, 2, 1, run. Go. അൻവറ സുൽത്താനയാണ് ആദ്യം ഡോങ്ങിൽ അടിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ചോദ്യം ചോദിക്കാം, വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്ത്? സോപ്പാണോ? ഉറപ്പിക്കട്ടെ, ഉത്തരം തെറ്റാണ്. പക്ഷേ ഇവിടെ നിത്യയും ഡോങ്ങിൽ അടിച്ചിരിക്കുകയാണ്. വെളുക്കും തോറും വൃത്തികേടാകുന്നത് എന്ത്? ഒന്ന് ആലോചിച്ച് പറയും. മുരുക, ബ്ലാക്ക് ബോർഡ് ഉത്തരം ശരിയാണോ? തോമസ് കുട്ടി വിട്ടോട റൗണ്ടിലൂടെ ആദ്യം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. ടീം ബി 0. ഓക്കെ, ഇനി ടീം എയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ വരുന്നു സ്വർണ ആൻഡ് റമീന. ഓൾ ദി ബെസ്റ്റ്. ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്, അറിയാത്ത ഒരാളും ഉണ്ടാവില്ല കേരളത്തിൽ. റെഡി? ചോദ്യം ഇതാണ്, കേട്ടില്ലേ ഡാഷ് ഒരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. Your time starts now. 3, 2, 1, go. Run. അപ്പൊ റമീനയാണ് ആദ്യം ഡോങ്ങിൽ അടിച്ചത്. റമീനക്ക് ഉത്തരം പറയാനുള്ള ചാൻസ്. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. മുരുക, ഈ ഉത്തരം കറക്റ്റ് ആണോ? തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ രണ്ടാമത് ഇവിടെ ടീം പങ്കെടുക്കുമ്പോൾ ഉത്തരം ശരിയായിട്ട് പറയുക റിമിനെയാണ്. ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്. ടീം ബി സ്കോർഡ് 50 പോയിന്റ്സ്. ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ടോട്ടൽ. അപ്പോൾ ഇവിടെ ടൈ പൊസിഷൻ നിൽക്കുകയാണ്. ഈ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു സായ് പ്രിയ. ടീം ബിയിൽ നിന്ന് വിപിന. ചോദ്യം എന്ന് പറയുന്നത് ഒരു ടങ് ട്വിസ്റ്റർ ആണ്, നാക്കുടക്കി. ഒരു ഇംഗ്ലീഷ് ടീച്ചറും അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്ന ആളും നല്ല ഉഷാറുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു ടങ് ട്വിസ്റ്റർ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ടങ് ട്വിസ്റ്റർ ആണ് തരാൻ പോകുന്നത്. Your time starts now. 3, 2, 1, run. ടീം എ ആണ് ഡോങ്ങിൽ ആദ്യം അടിച്ചിരിക്കുന്നത്. ടങ് ട്വിസ്റ്റർ ചോദ്യം ഇതാണ്, തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി 3 പ്രാവശ്യം സ്പീഡിൽ പറയുക. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. ഓക്കേ, തച്ചൻ തച്ച തച്ചത്തി. ടീം എയുടെ ചാൻസ് മുതലാളിന്റെ കഴിഞ്ഞു, തൊഴിലാളിന്റെ കഴിഞ്ഞു. ഇനി ടീം ബിയിലേക്ക് വാ. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി ഒച്ചത്തിൽ സൗണ്ടില്. തച്ചൻ തച്ച ഒന്നുകൂടി പറയൂ. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. നീ കളഞ്ഞതാ. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. നീ കളയുന്നത്. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. നീ പറഞ്ഞോ? ഒന്നുമില്ല, കുട്ടി പറ.
തച്ചൻ തച്ച തച്ചി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ അപ്പൊ എന്തായാലും ഈ ടങ് ട്വിസ്റ്റർ വല്ലാത്തൊരു ടങ് ട്വിസ്റ്റർ തന്നെ ഒരു നാക്കോടെ കാര്യം ഉറപ്പാണ്, ഇപ്പൊ കേരളത്തിലെ ഒരുവിധം എല്ലാ വീട്ടിലും ഇത് പറഞ്ഞു നോക്കുന്നുണ്ടാവും. തച്ചത്തിയാണ് വരേണ്ടത്. തച്ചത്തി വരാനായിരുന്നു ഇച്ചിരി പാട്. രണ്ടുപേരും പറയാത്തോണ്ട് രണ്ടുപേർക്കും ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഒരു അടിപൊളി ഡാൻസ്, മുങ്ങ പൊങ്ങ ഡാൻസ്. മ്യൂസിക് പ്ലീസ്. തോമസ് കുട്ടി വിട്ടോട റൗണ്ട് ഇവിടെ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. ടീം ബിയും 50 പോയിന്റ്. ഇനി നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് വെക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. എന്താണ് അടിപൊളി? വെള്ളത്തിൽ വീഴുന്ന അടിയാണ് പൊളിഞ്ഞത്. വെള്ളത്തിൽ വീഴുന്ന മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആള് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉത്തരം അറിയാവുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങോട്ട് പോയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കുറെ ഡ്രോൺ ചെയ്തു. ഓടുന്നത് പണ്ടേ പിന്നിലാണ്. ഓടുന്നത് പണ്ടേ പിന്നിലായതുകൊണ്ടല്ല. തച്ചൻ തച്ച ഒന്ന് ട്രൈ ചെയ്യണോ? അങ്ങനെ ഉണ്ടോ? നോക്കട്ടെ. തച്ചൻ ചത്ത. അടിപൊളി. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി. തച്ചൻ തയ്ച്ച തച്ചത്തി ഒരു തടിച്ചി തത്തച്ചി. എന്നാ പിന്നെ തച്ചനാക്കണ്ട, ബിജു തയ്ച്ച. അടുത്ത ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എന്തായിരുന്നു? ടങ് ട്വിസ്റ്റർ ആണോ നന്നായിരുന്നു? വെള്ളത്തിൽ ചാടിയതും ടങ് ട്വിസ്റ്റർ. ഈ വെള്ളം കുടിച്ചോണ്ടാണ് ടങ് ട്വിസ്റ്റർ പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റാത്തത്? ആയിരിക്കും. ശരി, അപ്പൊ ഇനി വീട്ടിൽ പോയി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്ത് ടീം ബി. ടീം ബി സുൽത്താനക്ക് ഒരു അറ്റംപ്റ്റ് വേണോ? തച്ചന എന്നാ ട്രൈ ചെയ്തോ. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ആ മത്സരം ഈ ചോദ്യം മതിയായിരുന്നു. ഒന്നുകൂടി പറഞ്ഞേ. തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ലതായിരുന്നു. അത് കാണാനുണ്ടായിരുന്നു. ടീച്ചർ ഭയങ്കര നല്ലതായിരുന്നു. ഓപ്പോസിറ്റ്, രണ്ട് വാക്ക് ഓപ്പോസിറ്റ് ആണ്. ടീച്ചർ ഈ മത്സരം കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ എന്താ പറയുന്നത്? പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താണ്? അല്ല, പിള്ളേർ ഈ മുടിയൊക്കെ പൊട്ടടിച്ച് സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുന്നത് കുട്ടികൾ? ഫ്രീക്ക് മിസ്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള്. വിചാരിച്ച പോലെ ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടാനൊക്കെ പെട്ടെന്ന് പറ്റി. കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഈ കുട്ടികളെല്ലാം നല്ലതായിട്ട് തോമസ് കുട്ടി വിട്ടോടെ റൗണ്ട് ആസ്വദിച്ചു. നിങ്ങളും ആസ്വദിച്ചു. ഞങ്ങൾ പക്ഷേ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. This is Boing Boing co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കമന്റ്സ് പറയുന്നതും ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ള മത്സരമാണ് വരാൻ പോകുന്നത്. That is താമരശ്ശേരി ചുരം. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ പോകാം. അതായത് ബോൾ കളക്ട് ചെയ്യാം. ടീം എയും ടീം ബിയും താമരശ്ശേരി ചുരം കയറാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബോൾസ് കയ്യിലെടുക്കാം. Your time starts now. 3, 2, 1, go. ടീം ബി എല്ലാവരും ഒരുമിച്ച് വാ. ഗുഡ് ജോബ്, രണ്ടുപേരും സൂപ്പർ. ബോൾ സേഫ് ആക്കി വെക്കുക. ബോൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് വീഴരുത്. അയ്യോ, ബോള് കളയല്ലേ, ഞാൻ പറഞ്ഞതല്ലേ. വിപിന കുറ്റോ, ബോൾ സേഫ് ആക്കി വെച്ചിട്ട് പോ. Good job. Good job, Bibina. Good job. Ball safe ആക്കി വെക്ക്.
നിത്യ ഗോ യു ക്യാൻ. Good job! Good job! Good job! Very good job! Go Nitya, you can. Very Good good job! Nitya. Good job! Good job! ഒറ്റ ചാട്ടം ചാടാ അവിടുന്ന്. ആ ബോൾ അവിടെ വെക്ക്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വെക്ക്. Swarna, go. Ramina, go! Ramina, po! Ramina, po! Last 2 minutes only. Seconds only. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. മക്കളെ വന്നോളൂ, ഒരുമിച്ച് ഇറങ്ങാം. താമരശ്ശേരി ചുരം കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. And team B 600 points. Very good job. Very good job. Super. ഇതില് ഒരു കാര്യമുണ്ട്. എനിക്ക് ആദ്യമേ ഒരു സോറി പറയാനുണ്ട്. ആ സോറി പറയേണ്ടത് വിപിനയോടാണ്. കാരണം കഴിഞ്ഞ 2 റൗണ്ടുകൾ വിപിന ഭയങ്കര എനർജി ലോസ് ആയപ്പോൾ ഞാൻ വല്ലാതെ ഞങ്ങൾ ശകാരിച്ചു വിട്ടിരുന്നു. രഹസ്യമായിട്ട് കുറെ ശകാരിച്ചു. അപ്പൊ അതിന്റെ എനർജി കംപ്ലീറ്റ് എടുത്തുകൊണ്ട് ഫസ്റ്റ് തന്നെ കവർ ചെയ്തു. സൂപ്പർ വിപിന. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നിത്യ ബോയിങ് മത്സരം കഴിയുമ്പോൾ? ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ ആണിത്. ഇതിലും നല്ല എൻജോയ്മെന്റ് എവിടെയും കിട്ടാനില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്താണ് സ്വർണ്ണ. ശരിക്കും എൻജോയ് ചെയ്തു, ഒരുപാട് സന്തോഷം. അടുത്താണ് പറയൂ. താമരശ്ശേരി ചുരം ഒട്ടും എളുപ്പമല്ല. യഥാർത്ഥത്തിൽ താമരശ്ശേരി ചുരം പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇത് കയറിയപ്പോ എന്ത് തോന്നുന്നു? ഇത് ഒരുപാട് ബുദ്ധിമുട്ടി. എൻജോയ് ചെയ്തില്ലേ മൊത്തം? സമ്മർ വെക്കേഷൻ പൊളിച്ചോ? പൊളിച്ചു. സൂപ്പർ. അടുത്ത ടീം ബി. റമീനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനൊക്കെ ഭേദം ഒറിജിനൽ താമരശ്ശേരി ചുരം തന്നെയാണ്. അൻവറ സുൽത്താന, how was the experience? സുൽത്താന തന്നെയാണ്. അടിപൊളിയായിരുന്നു. ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താമരശ്ശേരി ചുരം. അടുത്ത ആള് ടീച്ചർ. ഇനി സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ കയറ്റുമോ? കയറ്റും. എന്തായാലും ഫ്രീക്ക് മിസ് എൻജോയ് ചെയ്തു. ഇനി നിങ്ങൾക്ക് സ്കോർ അറിയണ്ടേ? സ്കോർ നമ്മുടെ കയ്യിൽ വ്യക്തമാണ്.
നമ്മുടെ ആദ്യത്തെ മത്സരം കുലുക്കി തക്കത്ത കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 240 ആണ്, ടീം ബി 120 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. രണ്ടാമത്തെ മത്സരം തോമസ് കുട്ടി വിട്ടോണ റൗണ്ട് കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 50 ആൻഡ് ടീം ബി ഓൾസോ 50. മൂന്നാമത്തെ മത്സരം താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ടീം എ നേടിക്കുന്നത് 400 ആണ്, ടീം ബി നേടിക്കുന്നത് 600 ആണ്. ഈ മത്സരത്തിന്റെ അവസാനം വിജയ് എന്ന് പറയുന്നത് ടീം ബി ആണ്. 770 പോയിന്റ്സ്. ടീം എ നേടിക്കുന്നത് 690 പോയിന്റ്സ്. നല്ലൊരു കൈയടി അവർക്ക്. ഗുഡ് ജോബ്. ഇനി നമുക്ക് മത്സരം അവസാനിപ്പിക്കേണ്ട സമയമാണ്. പക്ഷേ ഇതുപോലെ 25ാമത്തെ എപ്പിസോഡ് ഇതുപോലെ നിങ്ങൾ പ്രേക്ഷകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് തന്നെയാണ് കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായിട്ട് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ ഏത് കോളേജിലെ ഏത് മിടുക്കികളാണ് വരാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. മുടങ്ങാതെ കാണണം. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by Damro Furniture. It's me Deepan signing off and Suraj. Love you all. Good night. Bye bye. Take care.